ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഴ തോരും മുൻപേയില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഈ യാത്ര പറച്ചിലിൻ്റെ ആ ഒരു പ്രമോ തന്നെയാണല്ലേ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും കൊല്ലപ്പള്ളിയിൽ പോയി എല്ലാവരോടും സംസാരിക്കുന്നതുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ വൈജയന്തി മാഡത്തെ പോയി കാണുന്നു. അപ്പോൾ തിരിച്ച് നല്ലോണം ഡോസ് കൊടുക്കുന്നുണ്ട് വൈജ. അന്നേരം പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അലീന പറയുന്നു. നിങ്ങൾക്ക് ഞാൻ അമ്മയുടെ സ്ഥാനമാണ് നൽകിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വൈജയന്തിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആകപ്പാടെ സ്റ്റക്കായി നിൽക്കുവാണ് മൂപ്പത്തി. ശേഷം നമ്മുടെ മുത്തശ്ശിയെ കാണാനാണ് കേട്ടോ അലീന പോകുന്നത്. അവിടെ ചെന്ന് ഭയങ്കര സങ്കടത്തോടെയാണ് നമ്മുടെ അലീന സംസാരിക്കുന്നത്. കാരണം നല്ല സ്നേഹത്തോടെ ആയിരുന്നല്ലോ മുത്തശ്ശി അലീനയും. അന്നേരം പറയുന്നുണ്ട് നല്ല ഡ്രസ്സ്, നല്ല ടേബിളിൽ ഇരുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം, കിടക്കാൻ നല്ലൊരു റൂം, അതൊക്കെ എനിക്ക് കടപ്പാട്ടൂരിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നു. അന്നേരം നമ്മുടെ മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. ശേഷം നമ്മുടെ ശിവശങ്കരനോടും ഗംഗാധരനോടും യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അന്നേരം നമ്മുടെ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട് അലീനയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്, എവിടെയാണ് ആ ജോലി കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുളത്തൂർ പുഴ എന്ന്. കുളത്തൂർ പുഴ, അവിടെ എന്താ ബാലേന്ദ്രന് കണക്ഷൻ, എന്തെങ്കിലും അലീനയുടെ അടുത്ത് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും എനിക്കൊന്നും അറിയത്തില്ല, അവിടെ ഒരാളെ ജോലിക്ക് ആവശ്യമുണ്ട് എന്നും പറഞ്ഞാൽ എന്നെ അങ്ങ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് നമ്മുടെ മനുവിനുമായിട്ടുള്ള ചില റൊമാൻറ്റിക് നിമിഷങ്ങളാണ്. അന്നേരം നമ്മുടെ മനു ആണെങ്കിൽ അലീനയ്ക്ക് ഇങ്ങനെ കൈ കൊടുക്കുന്ന നേരത്ത് നമ്മുടെ അലീന തിരിച്ചും മനുവിൻ്റെ കൈ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ഒരിക്കലും മനുവിനെ തനിച്ചാക്കി പോകരുത് എന്നുള്ള ഒരു കാര്യമാണല്ലേ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രൊമോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?